എന്നുള്ള കാര്യമാണ് ഏകദേശമായി ഒന്ന് സൂചിപ്പിച്ചത്. നാളെയെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ ഇന്നലെയെക്കുറിച്ച് കൂടി ചിന്തിക്കണമെന്നാണ്. ഇന്നലെയെക്കുറിച്ച് ചിന്തിക്കാതെ ഒരു നാളെയെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കുവാനാവില്ല. ഏത് പ്രായക്കാർക്ക് പഠിക്കാവുന്ന സംസ്കൃത സ്കൂൾ അതിന് തുടക്കം കൊടുക്കുന്നതിന് എല്ലാ ഏർപ്പാടുകളും ചെയ്യാമെന്ന് മുരിയമംഗലത്ത് ഇല്ലെന്നില്ല ഇപ്പോഴത്തെ ആ കരുണ ശ്രീവത്സ ശർമ്മ പറഞ്ഞിട്ടുണ്ട്. നാടൻ പശുക്കൾ മാത്രമുള്ള ഒരു ഗോശാല സ്ഥാപിക്കുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെയാണ് സംസ്കൃത ക്ലാസ് ആരംഭിക്കുന്നത്. അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ പ്രൊഫസർ മുരളി മാധവൻ, പ്രൊഫസർ പി വിശ്വനാഥൻ നമ്പൂതിരി, സരിത അയ്യർ മുതലായ ആളുകളുമായി നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്, ഒന്ന് സൂചിപ്പിച്ചിട്ടുള്ളതുമാണ്. 18 ഏക്കർ 67 സെന്റ് പാട്ടഭൂമി ഒഴിപ്പിച്ചെടുത്ത് അത് ഗൃഹനാഥന്റെ പേരിലാക്കി ഒരു ഭാഗം ഈ സ്കൂൾ സ്ഥാപിക്കുന്നതിന് ഇവിടെ 1.5 ഏക്കർ സ്ഥലം വിട്ടുകൊടുത്തു മുത്തശ്ശി അമ്മൂമ്മ. അപ്പോ ഗൃഹസ്ഥരായിരിക്കെ തന്നെ, അല്ല സന്യാസിയായിരിക്കെ തന്നെ ഗൃഹസ്ഥയായി ജീവിതം നയിച്ചു പോലൊരു ചോദ്യം ചോദിച്ചേക്കാമെങ്കിലും അതിനുള്ള ഉത്തരമൊക്കെ ഇവിടെ ഇപ്പോൾ നമ്മളുടെ മുരളി മോഹനൻ, അദ്ദേഹം മുരളി മാധവൻ സാറ് പറഞ്ഞു കഴിഞ്ഞു. 87 വയസ്സുള്ള ഒരു മുത്തശ്ശിയുടെ അനുഭവ കഥ ഇന്നലെ അനുസ്മരിച്ചപ്പോൾ പറയുകയാണ്. ഈ 70ാം സമാധി ദിനം ആചരിക്കുമ്പോൾ അവർ ഓർമ്മിച്ചെടുക്കുകയാണ് 70 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ തുടക്കം കുറിച്ച് 7 ദിവസം ദക്ഷിണ നൽകിയത് ഇന്നും അവർ ഓർക്കുന്നുവെന്ന്. കാരക്കാട്ട് നിന്ന് കീരിക്കാട്ടേക്ക് വേളി വെടിച്ചു കൊടുത്ത സരോജിനി അമ്മയാണ് ഇന്നലെ മുത്തശ്ശിയെ കുറിച്ച് ഇങ്ങനെ ഓർക്കുന്നത്. ആരെയൊക്കെയോ അമ്മ അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹത്തിന് പാത്രീഭൂതരായ അവരിൽ ചിലരാണ് നമ്മളൊക്കെ. കാരക്കാട്ടായാലും കീരിക്കാട്ടായാലും അല്ല, മുക്തിസോപാനം എഴുതിയ അനേകാനന്ദയായാലും രാവിലെ എഴുന്നേറ്റ് രാത്രി കിടക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ 9-9:30 ചില സംശയങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ ആ സംശയ നിവൃത്തി രാത്രിയിൽ അനേകാനന്ദയ്ക്ക് സംശയ നിവൃത്തി ഉണ്ടായത് ഏതൊരു ആത്മീയ ചൈതന്യത്തിന്റെ ആ പ്രസരണത്തിലൂടെയാണ് എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ എന്നോട് പറഞ്ഞിട്ടുണ്ട്. രാവിലെകളിൽ ഇന്നലത്തെ സംശയങ്ങൾ നാളെ പുലരിയിൽ തീരുകയാണ്. അങ്ങനെയാണ് ക്രമാനുഗതമായി ഓരോ ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ അമ്മയുടെ ജീവിതകഥയെ അടിസ്ഥാനമാക്കി മുക്തി സോപാനം എന്ന് പറയുന്നതിന് കഴിഞ്ഞില്ല. ആരോ എങ്ങോ എവിടെയോ ജീവിച്ചു എന്നുള്ളതല്ല, അവർ എങ്ങനെ ജീവിച്ചു, ജീവിച്ച കാലത്തോടും പ്രകാശം എങ്ങനെ ചൊരിഞ്ഞു, മറ്റുള്ളവർക്ക് അത് അനുഭവമായി എന്നാണ് അറിയേണ്ടത്. എന്തായാലും ഈ ബന്ധുജനങ്ങൾ പോലും ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് വളരെ വൈകിയാണെങ്കിലും നമ്മൾക്ക് വേണ്ട നിർദ്ദേശം നൽകുവാനും അനുഗ്രഹം നൽകുവാനും കുറെ ആളുകൾ ഇവിടെ വന്നു. അവരോട് നമ്മൾക്ക് കൃതജ്ഞതയുണ്ട് എന്ന് മാത്രം പറയട്ടെ. അതായത് ചട്ടമ്പി സ്വാമികളും നീലകണ്ഠ തീർത്ഥപാദ സ്വാമികളും സമാധിയായതിനു ശേഷം ആശ്രമത്തിന്റെ താക്കോല് താൻ ഏറ്റെടുക്കണമെന്ന് നിർബന്ധത്തോടുകൂടി ആരോഗ്യം പറഞ്ഞപ്പോൾ മുത്തശ്ശി പറഞ്ഞത് ഇതാണ്: ഞാൻ സന്യാസിനിയാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ ഗൃഹസ്ഥാശ്രമികളെയോ മറ്റുള്ള ബ്രഹ്മചാരികളെയോ ഏൽപ്പിക്കേണ്ടതാണ്. ഹിമാലയത്തിലെത്തിയാൽ അവിടെ ഒരു വീട് വെച്ച് ഗൃഹം നിർമ്മിച്ച് താമസിക്കുക എന്നുള്ളതല്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും ഹിമാലയത്തിലെത്തിയാൽ മനസ്സ്, അങ്ങനെ ഹിമാലയത്തിലെത്തിയാൽ എന്താ അർത്ഥം? അങ്ങനെ നമ്മൾ ഹിമാലയത്തിൽ താമസം ആരംഭിക്കുക എന്നതല്ല. മറു ചോദ്യം ചോദിച്ചത് എന്തിനാണ് ഞാൻ ഈ പ്രാർത്ഥന എടുക്കുന്നത് എന്നാണ്. അങ്ങനെ
ഒന്നിന്റെയും ചുമതലകൾ ഏറ്റെടുക്കാതെ എന്നാൽ സർവത്തിനും ഉത്തരവാദിത്വം വഹിച്ചുകൊണ്ട് നമ്മെ മുമ്പോട്ട് നയിക്കുവാൻ ഏതൊരു വെളിച്ചമാണോ നൽകിയത്, ആ വെളിച്ചത്തിന് ഇത് തിരി കൊളുത്തുന്നു. ഇത് തിരി അണയുകയല്ല, ഇനി ആ വെളിച്ചം തുടർന്നും അങ്ങനെ നിലനിൽക്കുന്നതിന് വേണ്ടി ആ എണ്ണ അതിലേക്ക് നമ്മൾ പകരുന്നതിന് നിങ്ങളുടെയൊക്കെ എന്താണ് പറയുക, നിങ്ങളുടെയൊക്കെയും സഹകരണം ഉണ്ടാകണമെന്ന് പ്രത്യേകമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് മഹാരഥന്മാരായുള്ള ആളുകൾ കാശിയിലും കാശി വിശ്വവിദ്യാലയത്തിലും ഇങ്ങനെ കേരളത്തിലെ കേരള യൂണിവേഴ്സിറ്റിയിലും വന്ന് ഇന്നും ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി ഒരു സമൂഹത്തെ എങ്ങനെ നേർവഴിക്ക് നയിക്കണമെന്ന് സംശയിച്ചു നിൽക്കുന്ന, അതായത് കാലിടറുന്ന ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരാൾ കാലിടറി വീഴാതിരിക്കുവാൻ വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ ചെയ്യുന്ന സന്യാസി പരമ്പരയിലെ ആളുകളൊക്കെ നമ്മൾക്ക് വെളിച്ചം നൽകുവാനുണ്ട് എന്ന ഒരു കാര്യം നമ്മൾക്ക് അനുഗ്രഹമായിട്ടുണ്ട്. അത്രമാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ വന്നെത്തിയ എല്ലാ ആളുകൾക്കും, ബന്ധുജനങ്ങൾക്കും മറ്റുള്ള ആളുകൾക്കും ഇവിടെ നമ്മൾക്ക് വേണ്ടി സംവിധാനം ചെയ്തു തന്ന എല്ലാ ആളുകൾക്കും മുത്തശ്ശിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പരമശക്തിയോട് നാം പരമശക്തിയാവും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.